ഇടയ്ക്ക് നമ്മൾ വാർത്തയിൽ ഒരുപാട് കണ്ട കാര്യമാണ് സുപ്രീം കോടതി ജഡ്ജിന്റെ ഇംപീച്ച്മെന്റ്. ഒരു സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ തെറ്റ് ചെയ്തതായി തെളിഞ്ഞ അവരെങ്ങനെയാണ് പദവിയിൽ നിന്ന് നീക്കം ചെയ്യുക? സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 124 ക്ലോസ് 4-ലും ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനെ പറ്റി ആർട്ടിക്കിൾ 217 ക്ലോസ് 1 സബ് ക്ലോസ് ബിയിലും പരാമർശിച്ചിട്ടുണ്ട്. ശരിക്കും ഈ സുപ്രീം കോടതി ജഡ്ജിനെയും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായാലും റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968-ലാണ് ആർട്ടിക്കിൾ 124 ക്ലോസ് 4 അനുസരിച്ചിട്ടുള്ള ജഡ്ജസിനെ നീക്കം ചെയ്യാനുള്ള വിശദമായ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഒരു ജഡ്ജും ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പല ജഡ്ജിമാർക്കുമെതിരെ റിമൂവൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവർ പുറത്താക്കപ്പെടാതെ പോയത്? നിയമത്തിലെ ലൂപ്പ് ഹോൾസ് കൊണ്ടാണോ? രാഷ്ട്രീയക്കാരുടെ സഹായം കൊണ്ടാണോ? അതല്ല അവർ നിഷ്കളങ്കരായതുകൊണ്ടാണോ? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. എപ്പോഴാണ് ഈ റിമൂവൽ നടപടിക്രമം സ്റ്റാർട്ട് ചെയ്യുക? ഒരു ജഡ്ജിന്റെ ഭാഗത്തു നിന്നും പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഫോർ എക്സാമ്പിൾ അഴിമതി, കറപ്ഷൻ, അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ, ജോലി ചെയ്യാനാകാത്ത വിധം മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൽനെസ് വരിക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജഡ്ജ് സ്വമേധയെ രാജിവെച്ച് പോകാൻ തയ്യാറല്ലെങ്കിൽ ഈ റിമൂവൽ നടപടിക്രമം ആരംഭിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിൽ 100 ലോകസഭാംഗങ്ങൾ അല്ലെങ്കിൽ 50 രാജ്യസഭാംഗങ്ങൾ ഒപ്പിട്ട് ആ പ്രമേയം ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർക്കും രാജ്യസഭയിലാണെങ്കിൽ ചെയർമാന് സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന പ്രമേയം എവിഡൻസസ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം സ്പീക്കർക്ക് അല്ലെങ്കിൽ ചെയർമാന് ഈ പ്രമേയം അഡ്മിറ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അഡ്മിറ്റ് ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ 2018 ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം അന്നത്തെ രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡു റിജക്റ്റ് ചെയ്തിരുന്നു. ഇനി പ്രമേയം സ്പീക്കർ അഡ്മിറ്റ് ചെയ്താലോ, അദ്ദേഹം ഒരു 3-അംഗ അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കും. കാരണം ജഡ്ജിന് അദ്ദേഹത്തിന്റെ കുറ്റാരോപിതനായ ജഡ്ജിന് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കണം, തെളിവുകൾ പരിശോധിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ 3-അംഗ കമ്മിറ്റി. അതിനെ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും നിയമിക്കുക. ഒരു സുപ്രീം കോടതി ജഡ്ജി, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു നിയമപണ്ഡിതൻ, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് ആ കമ്മിറ്റി. കമ്മിറ്റി ആരോപണങ്ങളൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് നിയമിച്ച ആള് സ്പീക്കർക്കോ അല്ലെങ്കിൽ ചെയർമാനോ സമർപ്പിക്കും. ജഡ്ജ് കുറ്റക്കാരനല്ല എന്ന് കമ്മിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റിമൂവൽ പ്രോസസ്സ് ഇവിടെ അവസാനിക്കും. ഇനി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിലോ, വിഷയം പാർലമെന്റിലെത്തും. 2 സഭകളിലും വോട്ടെടുപ്പിന് വെക്കും. ഇവിടെയാണ് ട്വിസ്റ്റ്. പ്രമേയം 2 സഭകളിലും വോട്ടെടുപ്പിന് വിടും. ഈ 2 സഭകളിലും ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ അന്ന് സഭയിൽ പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ 2/3 വോട്ട് അനുകൂല വോട്ട് കിട്ടിയാൽ മാത്രമേ ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാവുകയുള്ളൂ. ഇത് ശരിക്കും വലിയ കടമ്പയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ ലോക്സഭയിൽ 533 അംഗങ്ങളുണ്ട്. ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 50%, അതായത് 272-ൽ കൂടുതൽ വോട്ട് കിട്ടണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ 2/3 ഭാഗം അനുകൂല വോട്ട്. അന്ന് വോട്ടെടുപ്പ് സമയത്ത് 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അന്ന് സഭയിൽ എത്ര പേരുണ്ടാവും? 429 പേരുണ്ടാവും. അതിൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ 286-ലധികം വോട്ട് കിട്ടിയാൽ മാത്രമേ പ്രമേയം ലോക്സഭയിൽ പാസ്സാവുള്ളൂ. ഇനി ഇത് ലോക്സഭയിൽ മാത്രം പാസ്സായാൽ പോരാ, ഇതേ ക്രൈറ്റീരിയയിൽ അതിൽ രാജ്യസഭയിലും പാസ്സാവണം. ഇങ്ങനെ 2 സഭകളിലും പാസ്സായ പ്രമേയം, ആ 2 സഭകളിലും പ്രമേയം അംഗീകരിച്ച അതേ സമ്മേളനത്തിൽ തന്നെ അത് പ്രസിഡന്റിന്, ചെയർമാനോ അല്ലെങ്കിൽ സ്പീക്കറോ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യൻ പാർലമെന്റ് ഒരു വർഷത്തിൽ 3 തവണയാണ് സമ്മേളിക്കുന്നത്. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ. ഫോർ എക്സാമ്പിൾ ഇംപീച്ച്മെന്റ് മോഷൻ 2 സഭകളിലും മൺസൂൺ സെഷനിലാണ് പാസ്സാവുന്നതെങ്കിൽ അതേ മൺസൂൺ സെഷനിൽ തന്നെ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനും അത് പ്രസിഡന്റിന് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ ഒരു സുപ്രീം കോടതി ജഡ്ജിയോ ഒരു ഹൈക്കോടതി ജഡ്ജിയോ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 2 കേസ് സ്റ്റഡി നോക്കാം. സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ബി രാമസ്വാമിയെ നീക്കം ചെയ്യാൻ 1991 ഇംപീച്ച്മെന്റ് അറ്റംപ്റ്റ് നടന്നിരുന്നു. അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് നടന്ന ഫണ്ട് മിസ്യൂസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നടപടി. ലോക്സഭാ സ്പീക്കർ നിയമിച്ച കമ്മിറ്റി ജസ്റ്റിസ് തെറ്റ് ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമേയം ലോക്സഭയിൽ വോട്ടെടുപ്പിന് വെച്ചു. പക്ഷെ പ്രമേയം ലോക്സഭയിൽ പാസ്സായില്ല. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഇംപീച്ച്മെന്റ് അറ്റംപ്റ്റ് വിജയിച്ചില്ല.
എന്തായാലും ജസ്റ്റിസ് വി രാമസ്വാമി അദ്ദേഹം 1994 റിട്ടയർ ചെയ്യുന്നത് വരെ ആ പദവിയിൽ തുടർന്നു. 2011 കൽക്കത്ത ഹൈക്കോടതി ജസ്റ്റിസ് സൗമിത്ര സെൻ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ ഇംപീച്ച്മെന്റ് മോഷൻ രാജ്യസഭയിൽ പാസ്സായി. പക്ഷേ ലോക്സഭയിൽ ആ ടോപ്പിക്ക് വോട്ടെടുപ്പിന് വരുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റിസ് സൗമിത്ര സെൻ രാജിവെച്ചു. പിന്നെ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം അത് ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് മോഷൻ വോട്ടെടുപ്പിന് വെക്കേണ്ട കാര്യമില്ല, അത് അവരവിടെ ഡ്രോപ്പ് ചെയ്തു. ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പൊളിറ്റിക്സിൽ ഏത് ടോപ്പിക്കാണ് അടുത്തതായി വീഡിയോ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്